നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ആന്റോ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ചരിത്ര വിജയം. മോഡി തരംഗത്തിൽ UPAക്ക് കനത്ത പരാജയം. നരേന്ദ്രമോദിയുടെ പട്ടാഭിഷേകത്തിന് നാടൊരുങ്ങി. സംസ്ഥാനത്ത് UDFന് മുൻതൂക്കം. UDF 12 സീറ്റും LDF 8 സീറ്റും നേടി. കണ്ണൂരിൽ സുധാകരനും തൃശൂരിൽ ധനപാലനും ചാലക്കുടിയിൽ PC ചാക്കോയ്ക്കും കൊല്ലത്ത് MA ബേബിക്കും പരാജയം. കേരളത്തിൽ ഒട്ടുമിക്ക സിറ്റിംഗ് MPമാരും സീറ്റ് നിലനിർത്തി. കേരളത്തിൽ അക്കൌണ്ട് തുറക്കാനായില്ലെങ്കിലും BJP അണികൾ ആവേശത്തിൽ. തൃശൂർ ജില്ലയിൽ LDFന് വൻ വിജയം. തൃശൂരിൽ ജയദേവനും ചാലക്കുടിയിൽ ഇന്നസെന്റും ആലത്തൂരിൽ PK ബിജുവും മിന്നുന്ന വിജയം നേടി. ഇത്തവണ വിജയം പ്രതീക്ഷിച്ചിരുന്നതായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥി CM ജയദേവൻ. ജയദേവനെ പിന്തുണച്ച് 7ൽ 6 മണ്ഡലങ്ങളും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. BJPയുടെ രാഷ്ട്രീയ സുനാമിയിൽ ഒഴുകിയൊലിച്ചു പോയത് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അടിത്തറയായിരുന്നു. BJP ചരിത്ര വിജയം ആഘോഷിക്കുമ്പോൾ ചരിത്രത്തിലെ ദയനീയ പരാജയത്തിനു മുന്നിൽ പകച്ചു നിൽക്കേണ്ട അവസ്ഥയിലാണ് മറ്റു പാർട്ടികൾ. 2004ലും 2009ലും പിഴച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ഇത്തവണയും പിഴവുണ്ടാകണേ എന്ന പ്രാർത്ഥനയായിരുന്നു വോട്ടെണ്ണൽ ദിവസം കോൺഗ്രസ് ക്യാമ്പുകളിൽ പ്രകടമായത്. എന്നാൽ BJP മുന്നേറ്റത്തിന്റെ അലകളുമായി തുടക്കം മുതലേ ആഞ്ഞടിച്ച തിരമാലകൾ സുനാമി തിരകളായി സംഹാരരൂപം പ്രാപിച്ചപ്പോൾ BJP അടങ്ങുന്ന NDA സഖ്യം 300 കടന്ന് മുന്നേറുകയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽക്കേ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്ന അമേഠിയിൽ രാഹുൽ ഗാന്ധി ഒരു ഘട്ടത്തിൽ മൂന്നാമനായി മാറിയപ്പോൾ 5.5 ലക്ഷത്തിന്റെ റെക്കോർഡ് ഭൂരിപക്ഷവുമായി വഡോദരയിൽ നരേന്ദ്രമോദി തന്റെ അശ്വമേധം രാജകീയമായി പൂർത്തിയാക്കുകയായിരുന്നു. ഉത്തർപ്രദേശ്, ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ദില്ലി, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലാണ് BJPയുടെ പടയോട്ടം പ്രകടമായത്. രാജസ്ഥാനിലെ 25 സീറ്റിൽ കഴിഞ്ഞ തവണ 20 സീറ്റും നേടിയ കോൺഗ്രസിന്റെ കുത്തക അട്ടിമറിച്ച് 25 സീറ്റും BJP തൂത്തുവാരി. തമിഴ്നാട്ടിൽ 39 സീറ്റിലെ ഭൂരിഭാഗം സീറ്റും കരസ്ഥമാക്കി ജയലളിതയുടെ ADMK ചരിത്ര വിജയവും മൂന്നാമത് വലിയ കക്ഷിയെന്ന സ്ഥാനവും നേടി. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ശക്തമായ മുന്നേറ്റം കുറിച്ചു. എന്നാൽ മറ്റു പ്രാദേശിക പാർട്ടികളുടെ പ്രകടനം താരതമ്യേന ദുർബലമായിരുന്നു. മായാവതിയുടെ BSPക്ക് ഉത്തർപ്രദേശിൽ ഒറ്റ സീറ്റും കരസ്ഥമാക്കാനായില്ല. മുലായം സിംഗിന്റെ സമാജ്വാദ് പാർട്ടിക്കും ലാലു പ്രസാദ് യാദവിന്റെ RJDക്കും മഹാരാഷ്ട്രയിൽ ശിവസേന, NCP എന്നിവയ്ക്കും അജിത് സിംഗിന്റെ RLDക്കുമൊന്നും കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ല. ആന്ധ്രയിൽ തെലങ്കാന രൂപീകരണമാണ് കോൺഗ്രസിന് ശക്തമായ തിരിച്ചടിക്ക് കാരണമായത്. ഇവിടെ ചന്ദ്രശേഖര റാവുവിന്റെ തെലങ്കാന രാഷ്ട്രസമിതിയും ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശവും ജഗൻമോഹൻ റെഡ്ഡിയുടെ Y കോൺഗ്രസുമാണ് ചെറിയ നേട്ടമെങ്കിലും ഉണ്ടാക്കിയ പ്രാദേശിക പാർട്ടികൾ. ഇടതുപക്ഷം കേരളത്തിലൊഴികെ നിഷ്പ്രഭമായ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. ശക്തി കേന്ദ്രമായ പശ്ചിമബംഗാളിൽ നിന്നും ഇടതുപക്ഷം നാമാവശേഷമായ സ്ഥിതിവിശേഷമാണ് 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമായത്. ഇടതു പാർട്ടികൾക്ക് ദേശീയ പാർട്ടിയെന്ന അംഗീകാരം നഷ്ടമാകുമോ എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. അടിത്തറ വിപുലീകരിക്കാനായെങ്കിലും ആം ആദ്മി പാർട്ടിക്കും വലിയ അട്ടിമറികളൊന്നും സൃഷ്ടിക്കാനായില്ല. കേന്ദ്രമന്ത്രിമാരടങ്ങുന്ന പ്രമുഖരുടെ പരാജയത്തിന് കേരളമൊഴികെയുള്ള സംസ്ഥാനങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. കപിൽ സിബൽ, സച്ചിൻ പൈലറ്റ്, ഗുലാം നബി ആസാദ്, D രാജ, സ്പീക്കർ മീരാകുമാർ, ഗിരിജ വ്യാസ്, PC ചാക്കോ തുടങ്ങിയ പ്രമുഖർക്കാണ് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. കോൺഗ്രസിനെ 2 അക്കം കടക്കാനാകാതെ കനത്ത തോൽവിയുടെ പാപഭാരവുമായി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രാജി സമർപ്പിച്ച് പടിയിറങ്ങുമ്പോൾ ബുധനാഴ്ച മോഡി രാജകീയമായി അധികാരത്തിലേറുന്നതിനായുള്ള ഒരുക്കങ്ങൾക്കും ആഘോഷങ്ങൾക്കുമാണ് ദേശീയ രാഷ്ട്രീയവും തലസ്ഥാന നഗരിയും സാക്ഷ്യം വഹിക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്, TCV. അനഭിമതൻ എന്ന പ്രതിച്ഛായ മറികടന്ന് രാജകീയ ചിഹ്നങ്ങൾ ചാർത്തി ദിഗ്വിജയം പൂർത്തിയാക്കിയ നരേന്ദ്രമോദിയുടെ പട്ടാഭിഷേകത്തിനായി നാടൊരുങ്ങുകയാണ്. ഇത്തവണ മോഡി സർക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തി BJP നടത്തിയ ഹൈടെക് പ്രചാരണ സന്നാഹങ്ങളുടെ അന്തിമ വിജയം കൂടിയാണ് ഇത്. മിഷൻ 272+ എന്ന മാന്ത്രിക നമ്പർ മുൻനിർത്തിയായിരുന്നു BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ. അമേരിക്കൻ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് സമാനമായി വ്യക്തി കേന്ദ്രീകൃതമായ പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെയാണ് മോഡിയെ BJP ജനമനസ്സുകളിൽ പ്രതിഷ്ഠിച്ചതും മോഡി പ്രഭാവം എന്നതിനെ പേരിട്ട് വിളിച്ചതും. 5187 പരിപാടികൾ, അതിനായി 3 ലക്ഷം കിലോമീറ്റർ യാത്ര, SMS, വാട്സാപ്പ്, വോയിസ് മെയിൽ, കോളർ ട്യൂൺ, 3D ഹോളോഗ്രാം റാലി എന്നിങ്ങനെയുള്ള ഹൈടെക് പ്രചാരണ രീതികൾ. മൊബൈൽ ആപ്ലിക്കേഷനുകളും ടെലിഫോൺ പ്രസംഗങ്ങളും ഫേസ്ബുക്ക്, ട്വിറ്റർ പ്രചാരണങ്ങളും ചായ്പേ ചർച്ചകളുമെല്ലാമായി രാജ്യം ഇന്നുവരെ കാണാത്തത്ര വേറിട്ടതും ശക്തമായതുമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് മോഡിയുടെ നേതൃത്വത്തിലുള്ള മീഡിയ സെല്ലും പബ്ലിസിറ്റി സംഘവും ചേർന്ന് നേതൃത്വം നൽകിയത്. വർഷങ്ങൾ നീണ്ട ഹോംവർക്കിലൂടെ ഭാരതത്തിൽ ഒരു ദശാബ്ദത്തിനിടയിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയനായ വ്യക്തിയെ
ഏറ്റവും വലിയ സ്വീകാര്യനാക്കി മാറ്റിയ മാനേജ്മെന്റ് പാഠവം ഒരുപക്ഷെ നമ്മുടെ സർവകലാശാലകൾക്ക് പാഠ്യവിഷയമാക്കേണ്ടതാണ്. 1950 സെപ്റ്റംബർ 17 വാഡ്നഗറിലെ ചായക്കടക്കാരൻ ദാമോദർ ദാസ് മോഡിയുടെ മകനായി ജനിച്ച നരേന്ദ്രമോദി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് ശക്തമായി ചുവടുവെക്കുകയാണ്. RSS ശാഖായോഗങ്ങളിലൂടെ വളർന്ന് സ്കൂൾ പഠനശേഷം നാടുവിട്ട് അഹമ്മദാബാദിൽ RSS പ്രവർത്തകനായി അടിയന്തരാവസ്ഥ കാലത്ത് ഒളിവിൽ കഴിഞ്ഞും BJPയുടെ അമരക്കാരനായി മാറിയ മോദി 1995 BJP ദേശീയ ജനറൽ സെക്രട്ടറിയായി. 2001 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റതു മുതൽക്കാണ് മോഡിയുടെ വ്യക്തിപ്രഭാവത്തിന് സ്തുതിപാഠകരുണ്ടായത്. ഗുജറാത്ത് മോഡൽ എന്ന തന്റെ വികസന മാതൃക ഉയർത്തി മറ്റാക്ഷേപങ്ങളെയും വിമർശനങ്ങളെയും മറികടന്നാണ് നരേന്ദ്രമോദി എന്ന വ്യക്തിത്വം ഭാരതത്തിന്റെ ഭരണചക്രം തിരിക്കാനായി കടന്നു വന്നിട്ടുള്ളത്. പ്രചാരണത്തിൽ മുന്നോട്ട് വെച്ച ആവേശവും പ്രതീക്ഷകളും വികസന സങ്കല്പങ്ങളും പ്രധാനമന്ത്രിയായി മാറുന്ന നരേന്ദ്രമോദിയിൽ നിന്നും രാജ്യത്തിന് ലഭിക്കുമോ എന്ന കാത്തിരിപ്പാണ് ഇനി ബാക്കി. ആ കാത്തിരിപ്പിന് വരുംകാലം മറുപടി പറയും. പൊളിറ്റിക്കൽ ഡെസ്ക് TCV. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDFന് മുൻതൂക്കം. UDF 12 സീറ്റ് നേടിയപ്പോൾ LDF 8 സീറ്റുകൾ കരസ്ഥമാക്കി. കണ്ണൂർ, ഇടുക്കി, ചാലക്കുടി, തൃശൂർ സീറ്റുകൾ UDFൽ നിന്ന് LDF പിടിച്ചെടുത്തു. 1.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം നേടിയ മുസ്ലിം ലീഗിന്റെ അഹമ്മദാണ് സംസ്ഥാനത്തെ മികച്ച ഭൂരിപക്ഷത്തിന് ഉടമയായത്. ചാലക്കുടിയിൽ നിന്ന് പാർലമെന്റിലേക്ക് തിളക്കമാർന്ന വിജയം നേടിയെത്തുന്ന ചലച്ചിത്ര നടൻ ഇന്നസെന്റ് തെരഞ്ഞെടുപ്പിലെ താരമായി മാറി. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ, എറണാകുളത്ത് KB തോമസ്, തിരുവനന്തപുരത്ത് ശശി തരൂർ, പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീർ, മലപ്പുറത്ത് അഹമ്മദ്, കോട്ടയത്ത് ജോസ് കെ മാണി, വയനാട് MI ഷാനവാസ്, കോഴിക്കോട് MK രാഘവൻ, ആലപ്പുഴയിൽ KC വേണുഗോപാൽ, മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ്, പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി, വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരാണ് വിജയിച്ച മറ്റ് UDF സ്ഥാനാർത്ഥികൾ. കണ്ണൂരിൽ PK ശ്രീമതി, കാസർകോട് P കരുണാകരൻ, പാലക്കാട് MP രാജേഷ്, ആലത്തൂരിൽ PK ബിജു, തൃശൂരിൽ CN ജയദേവൻ, ആറ്റിങ്ങലിൽ A സമ്പത്ത്, ചാലക്കുടിയിൽ ഇന്നസെന്റ്, ഇടുക്കിയിൽ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എന്നിവരാണ് LDF പാളയത്തിൽ വിജയിച്ചത്. കേരളം നെഞ്ചിടിപ്പോടെ കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പ്രബലന്മാരുടെ പതനവും ഒട്ടുമിക്ക സിറ്റിംഗ് MPമാർ സീറ്റ് നിലനിർത്തുന്നതും കേരളം കണ്ടു. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ ആയില്ലെങ്കിലും കേന്ദ്രത്തിൽ തൂത്തുവാരിയ വിജയം BJP അണികളെ ആവേശത്തിലാഴ്ത്തി. വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ മുതൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രകടമായ മണ്ഡലങ്ങളായിരുന്നു വടകര, കണ്ണൂർ, തിരുവനന്തപുരം എന്നിവ. സ്ഥാനാർത്ഥികളും അണികളും ഓരോ നിമിഷവും നെഞ്ചിടിപ്പോടെ ചെലവഴിക്കുകയായിരുന്നു ഇവിടെയെല്ലാം. കണ്ണൂരിൽ തുടക്കത്തിൽ PK ശ്രീമതിക്കായിരുന്നു ലീഡ്. എന്നാൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്തോറും K സുധാകരന്റെയും PK ശ്രീമതിയുടെയും ലീഡ് നില മാറിമറിഞ്ഞു നിന്നു. ആകാംക്ഷകൾക്കൊടുവിൽ 6000-ലധികം വോട്ടുകൾക്ക് ശ്രീമതി വിജയിച്ചു. തിരുവനന്തപുരത്തായിരുന്നു വോട്ടെണ്ണൽ ഏറെ ആവേശകരമായത്. തുടക്കം മുതൽ BJPയുടെ O രാജഗോപാൽ ലീഡ് നിലനിർത്തിയത് കോൺഗ്രസ് പാളയത്തിൽ അശാന്തി സൃഷ്ടിച്ചു. ഒരു ഘട്ടത്തിൽ രാജഗോപാലിന്റെ ലീഡ് നില 10,000-നും മുകളിലെത്തിയതോടെ കേരളത്തിലും താമര വിരിയുമെന്ന് പലരും കരുതി. എന്നാൽ അവസാന മണിക്കൂറിൽ ശശി തരൂരിന്റെ ലീഡ് നില ഉയരുകയായിരുന്നു. 14,501 വോട്ടുകൾക്ക് സിറ്റിംഗ് MP കൂടിയായ ശശി തരൂർ വിജയിച്ചപ്പോൾ സംസ്ഥാനത്ത് 2ാം സ്ഥാനത്തെങ്കിലും എത്തുന്ന ഏക BJP സ്ഥാനാർത്ഥിയാകാൻ O രാജഗോപാലിന് കഴിഞ്ഞു. വടകരയിലും ലീഡ് ഒപ്പത്തിനൊപ്പമായിരുന്നു. ആര് വിജയിക്കുമെന്ന് പ്രവചിക്കാനാകാതെ കടന്നുപോയ മണിക്കൂറുകൾക്കൊടുവിൽ വെറും 3000-ലധികം വോട്ടുകൾക്കാണ് കേന്ദ്രമന്ത്രി കൂടിയായ മുല്ലപ്പള്ളി രാമചന്ദ്രനെ വിജയിക്കാനായത്. കണ്ണൂരിൽ PK ശ്രീമതിയോട് പരാജയപ്പെട്ട K സുധാകരനും, ചാലക്കുടിയിൽ ഇന്നസെന്റിനോട് തോറ്റ PC ചാക്കോയും, കൊല്ലത്ത് NK പ്രേമചന്ദ്രനോട് പരാജയപ്പെട്ട CPM പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ MA ബേബിയും, പാലക്കാട് MP രാജേഷിനോട് പരാജയപ്പെട്ട MP വീരേന്ദ്രകുമാറും, തിരുവനന്തപുരത്ത് പരാജയപ്പെട്ട O രാജഗോപാലും പരാജയമറിഞ്ഞ പ്രമുഖരുടെ പട്ടികയിൽപ്പെടുന്നു. കേന്ദ്രമന്ത്രിമാരായ അഹമ്മദ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, KB തോമസ്, KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, ശശി തരൂർ, ET മുഹമ്മദ് ബഷീർ തുടങ്ങിയവരാണ് വിജയിച്ചവരിലെ പ്രമുഖർ. കഴിഞ്ഞ തവണത്തേക്കാൾ 4 സീറ്റുകൾ ഇത്തവണ UDFന് നഷ്ടപ്പെട്ടെങ്കിലും UDF സർക്കാരിനോടുള്ള ജനങ്ങളുടെ നല്ല പ്രതികരണമെന്നാണ് തെരഞ്ഞെടുപ്പ് വിജയത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അതേസമയം നില മെച്ചപ്പെടുത്താനായതിന്റെ ആഹ്ലാദത്തിലാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ ജില്ലയിൽ LDFന് വൻ വിജയം. തൃശൂർ, ആലത്തൂർ, ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചാണ് ജില്ലയിൽ LDF വൻ മുന്നേറ്റം നടത്തിയത്. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായിരുന്ന CN ജയദേവൻ 38,227 വോട്ട് ലീഡ് നേടിയും ചാലക്കുടി മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇന്നസെന്റ് 13,884 വോട്ട് ലീഡ് നേടിയും ആലത്തൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി PK ബിജു 37,312 വോട്ട് ഭൂരിപക്ഷം നേടിയും വിജയിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം സീറ്റ് നിലനിർത്തിയ LDF തൃശൂർ, ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുകയും ചെയ്തു.
2009 തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ PC ചാക്കോയ്ക്ക് ലഭിച്ച 25,151 വോട്ട് ഭൂരിപക്ഷത്തേക്കാൾ 9,842 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് CN ജയദേവൻ തൃശൂർ മണ്ഡലം തിരിച്ചുപിടിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച നിലവാരം പുലർത്തിയാണ് PK ബിജു വീണ്ടും തന്റെ കരുത്ത് തെളിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ലഭിച്ച 20,960 വോട്ട് ഭൂരിപക്ഷത്തേക്കാൾ 8,723 വോട്ട് ഇക്കുറി കൂടുതൽ നേടി. കടുത്ത പോരാട്ടം നടന്ന ചാലക്കുടിയിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇന്നസെന്റിന് കന്നി വിജയമാണ്. കോൺഗ്രസ് വക്താവും സിറ്റിംഗ് MP-യുമായ PC ചാക്കോയെയാണ് ഇന്നസെന്റ് ദയനീയമായി പരാജയപ്പെടുത്തിയത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച സിറ്റിംഗ് MP KP ധനപാലിന് 3,50,982 വോട്ടാണ് ലഭിച്ചത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച CN ജയദേവന് 3,89,209 വോട്ട് ലഭിച്ചു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ച LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇന്നസെന്റിന് 3,58,440 വോട്ട് നേടിയപ്പോൾ UDF സ്ഥാനാർത്ഥി PC ചാക്കോയ്ക്ക് 3,44,556 വോട്ട് ലഭിച്ചു. ആലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ബിജുവിന് 4,11,808 വോട്ടും UDF സ്ഥാനാർത്ഥി KA ഷീബയ്ക്ക് 3,74,496 വോട്ട് ലഭിച്ചു. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഇത്തവണ വിജയം പ്രതീക്ഷിച്ചിരുന്നതായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥി CN ജയദേവൻ പറഞ്ഞു. വിജയം ഉറപ്പിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലെ തുടക്കം മുതൽ തന്നെ തൃശൂരിൽ വിജയം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും 100% കേരളത്തിൽ ഉറപ്പുണ്ടായിരുന്ന സീറ്റാണ് തൃശൂർ ലോക്സഭാ സീറ്റ്. തൃശൂരിലെ ജനങ്ങൾ എനിക്ക് നൽകിയ പിന്തുണയ്ക്ക് ഞാൻ വളരെ അധികം കൃതാർത്ഥനാണ്. തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്റെ ചുമതല എന്ന് ഞാൻ കാണുന്നു. തന്റെ വിജയത്തിൽ വോട്ടർമാരോട് നന്ദി അറിയിച്ച ജയദേവൻ താൻ ധനപാലൻ എന്ന UDF സ്ഥാനാർത്ഥിയെ അല്ല, പകരം അവസാന നാൾ വരെ തൃശൂരിൽ സ്ഥാനാർത്ഥിയായി വരുമെന്ന് കരുതിയ PC ചാക്കോയെയാണ് തോൽപ്പിച്ചതെന്ന് പറഞ്ഞു. തൃശൂരിൽ നിന്ന് തോൽവി ഏറ്റുവാങ്ങുമെന്ന ഭീതിയിൽ ചാലക്കുടിക്ക് ഒളിച്ചോടിയ ചാക്കോ അവിടെയും പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നുവെന്നും ജയദേവൻ കൂട്ടിച്ചേർത്തു. തൃശൂരിൽ ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എതിരാളി ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങളിവിടെ PC ചാക്കോയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അദ്ദേഹം എവിടെ നിന്ന് മാറിപ്പോയി. അദ്ദേഹത്തെ ഒരു ഘട്ടത്തിൽ ഞാൻ സ്നേഹപൂർവ്വം അദ്ദേഹത്തോട് ചോദിച്ചതാണ് തൃശ്ശൂരിൽ ഒരിക്കൽ കൂടി മത്സരിക്കാൻ ധൈര്യം കാണിക്കുമോ എന്ന്. അദ്ദേഹം തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാകും എന്നാണ് പറഞ്ഞതെങ്കിലും അദ്ദേഹം പരസ്യമായി തൃശ്ശൂരിൽ വിജയിക്കില്ല എന്ന് പറഞ്ഞ് സുരക്ഷയ്ക്ക് വേണ്ടി ചാലക്കുടിയിൽ പോയതാണ്. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ വ്യക്തമായ ലീഡ് നിലനിർത്തിയാണ് LDFന്റെ CN ജയദേവൻ തൃശൂരിൽ മിന്നും വിജയം കൈവരിച്ചത്. കേരളത്തിലെ സ്ഥാനാർത്ഥികളിൽ ആദ്യ വിജയ മധുരം നുണഞ്ഞതും CN ജയദേവനായിരുന്നു. പരാജയം വിജയത്തിന്റെ മുന്നോടിയാണെന്നുള്ള പഴമൊഴിയെ അന്വർത്ഥമാക്കിയിരിക്കുകയാണ് LDF സ്ഥാനാർത്ഥി CN ജയദേവന്റെ മിന്നും വിജയം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിടേണ്ടി വന്നെങ്കിലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് CN ജയദേവൻ വിജയപഥത്തിൽ എത്തിയത്. രാവിലെ 8 മണിയോടെ ആരംഭിച്ച തപാൽ വോട്ടെണ്ണലിന്റെ ഫലം പുറത്തുവന്നതു മുതൽ തന്നെ CN ജയദേവനായിരുന്നു ലീഡ് നിലനിർത്തിയത്. 8:30ഓടെ UDFന്റെ KP ധനപാലൻ മുന്നേറിയെങ്കിലും പിന്നീട് ജയദേവനെ മറികടക്കാൻ കഴിഞ്ഞില്ല. വോട്ടെണ്ണലിന്റെ ഓരോ മണിക്കൂറുകളിലും 10,000 വീതം വോട്ടിന്റെ ലീഡ് CN ജയദേവൻ ഉയർത്തിക്കൊണ്ടുവന്നു. 9:25-ന് 10,000 വോട്ടിന്റെ ലീഡ് മറികടന്ന ജയദേവന് 10:25 ആയതോടെ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു. ലീഡ് നിലനിർത്തി പോന്ന ജയദേവൻ 11:08-ന് 30,000 വോട്ടിന്റെ ഭൂരിപക്ഷവും കരസ്ഥമാക്കി. 12:10ഓടെ CN ജയദേവൻ തൃശൂരിൽ വിജയിച്ചുവെന്ന ഔദ്യോഗിക പ്രഖ്യാപനവും വന്നു. കേരളത്തിൽ ആദ്യ വിജയമധുരം നുണഞ്ഞ സ്ഥാനാർത്ഥിയായ CN ജയദേവൻ 38,227 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് UDFന്റെ KP ധനപാലിനെ പരാജയപ്പെടുത്തിയത്. CN ജയദേവന് 3,89,209 വോട്ട് ലഭിച്ചപ്പോൾ KP ധനപാലിന് 3,50,982 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. BJP സ്ഥാനാർത്ഥി KP ശ്രീശന് 1,02,681 വോട്ടും ആം ആദ്മി സ്ഥാനാർത്ഥി സാറ ജോസഫിന് 44,638 വോട്ടും ലഭിച്ചു. UNAയുടെ പ്രതിനിധിയായ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജാസ്മിൻ ഷായ്ക്ക് 3,958 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. അതേസമയം നിഷേധ വോട്ട് രേഖപ്പെടുത്താൻ ആദ്യമായി അവസരം ലഭിച്ച ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 10,050 നിഷേധ വോട്ടുകൾ സമ്മതിദായകർ രേഖപ്പെടുത്തി.
പോസ്റ്റൽ വോട്ടുകളിൽ ഭൂരിപക്ഷം ലഭിച്ചതും CN ജയദേവനായിരുന്നു. ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, നാട്ടിക, ഇരിഞ്ഞാലക്കുട, പുതുക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാർ CN ജയദേവനൊപ്പം നിന്നപ്പോൾ KP ധനപാലിന് ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലം തൃശൂർ നിയോജക മണ്ഡലം മാത്രമായിരുന്നു. നിഷേധ വോട്ടുകൾ കൂടുതൽ രേഖപ്പെടുത്തിയ നിയോജക മണ്ഡലവും തൃശൂരായിരുന്നു. 1999 നിഷേധ വോട്ടുകൾ. സ്ഥാനാർത്ഥികളുടെ പരസ്പരമുള്ള മാറ്റം മൂലം UDFന് തൃശൂരിൽ തിരിച്ചടി കിട്ടിയപ്പോൾ വൻ ഭൂരിപക്ഷം ലഭിച്ചതിന്റെ ആവേശത്തിലായിരുന്നു ഇടതുമുന്നണി അണികൾ. TCV ന്യൂസ്, തൃശൂർ. ആലത്തൂർ മണ്ഡലം വീണ്ടും ബിജുവിനൊപ്പം 37,312 വോട്ടിന്റെ ലീഡ് നൽകിയാണ് ബിജുവിനെ മണ്ഡലം കൂടെ നിർത്തിയത്. 2009 ലഭിച്ച ലീഡ് 20,960 ആയിരുന്നു. 5 വർഷങ്ങൾക്കിപ്പുറം തന്റെ ലീഡ് കുത്തനെ ഉയർത്തിയാണ് ബിജു വീണ്ടും ആലത്തൂരിൽ നിന്ന് പാർലമെന്റിൽ എത്തുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷീബയുടെ വ്യക്തി പ്രഭാവവും ബിജുവിനെ തോൽപ്പിക്കാനായില്ല. ആലത്തൂർ മണ്ഡലത്തിൽ 12 സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഇതേസമയം മണ്ഡലത്തിൽ കോൺഗ്രസിന് വോട്ട് കുറഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ 3,66,392 വോട്ട് ലഭിച്ചെടുത്ത് കോൺഗ്രസിന് 8,000-ൽ പരം വോട്ടിന്റെ വർധനവുണ്ട്. BJP സ്ഥാനാർത്ഥിയും 34,000-ഓളം വോട്ടിന്റെ വർധനവ് നേടി. ഇതേസമയം മണ്ഡലത്തിൽ നിഷേധ വോട്ട് 21,417 ആണ് എന്നത് ശ്രദ്ധേയമാണ്. SDPI, BSP സ്ഥാനാർത്ഥികളും മത്സരരംഗത്ത് ഉണ്ടായിരുന്നുവെങ്കിലും ഇരു കൂട്ടർക്കും കൂടി 13,000 വോട്ടിന് മുകളിൽ നേടാനായില്ല. CN ജയദേവനെ പിന്തുണച്ച് 7-ൽ 6 മണ്ഡലങ്ങളും. തൃശൂർ മണ്ഡലം മാത്രമാണ് UDF സ്ഥാനാർത്ഥി KP ധനപാലന് ലീഡ് നൽകിയത്. പുതുക്കാട്, ഇരിങ്ങാലക്കുട, നാട്ടിക, ഒല്ലൂർ, മണലൂർ, ഗുരുവായൂർ മണ്ഡലങ്ങൾ ഇടതിന് ഭൂരിപക്ഷം നൽകുകയായിരുന്നു. 13,947 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പുതുക്കാട് മണ്ഡലം നൽകിയത്. ഇരിങ്ങാലക്കുട ജയദേവന് 5,001 വോട്ടിന്റെ ലീഡ് നൽകി. നാട്ടിക 13,965 വോട്ടിന്റെ ലീഡാണ് ഇടതിന് നൽകിയത്. തൃശൂർ മണ്ഡലം KP ധനപാലന് 6,853 വോട്ടിന്റെ ഭൂരിപക്ഷം നൽകി. ഒല്ലൂർ മണ്ഡലം 1,342 വോട്ട് അധികം നൽകി ജയദേവനെ പിന്തുണച്ചു. മണലൂർ മണ്ഡലം 6,928 വോട്ട് കൂടുതലായി നൽകിയപ്പോൾ ഗുരുവായൂർ മണ്ഡലം 3,851 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇടതുമുന്നണിക്ക് നൽകിയത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തെ ചുവപ്പിച്ച് LDF സ്ഥാനാർത്ഥി CN ജയദേവൻ മണ്ഡലം തിരിച്ചുപിടിച്ചു. വൻ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസിലെ KP ധനപാലനെ തോൽപ്പിച്ചാണ് LDF സ്ഥാനാർത്ഥി CN ജയദേവൻ വിജയിച്ചത്. വോട്ടെണ്ണൽ കേന്ദ്രമായ രാമവർമ്മപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇരു സ്ഥാനാർത്ഥികളും രാവിലെ തന്നെ എത്തിയിരുന്നു. വോട്ടെണ്ണൽ ആരംഭിച്ച് ഏതാനും സമയങ്ങളിൽ മുന്നിലായിരുന്ന KP ധനപാലനെ വളരെ പെട്ടെന്ന് മറികടന്നാണ് CN ജയദേവൻ പടയോട്ടം ആരംഭിച്ചത്. തുടർന്ന് എണ്ണിയ വോട്ടുകളിൽ ഭൂരിഭാഗവും CN ജയദേവൻ നേടിയതോടെ CPI ആസ്ഥാനത്ത് ആഹ്ലാദാരവങ്ങൾ തുടങ്ങി. വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ ആർപ്പുവിളികളും ആരവങ്ങളുമായി പ്രവർത്തകർ എത്തിയിരുന്നില്ലെങ്കിലും ജില്ലാ കമ്മിറ്റി ഓഫീസിലും നഗരവീഥികളിലും ആഹ്ലാദത്താൽ പ്രവർത്തകർ തുള്ളിച്ചാടി. LDF ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിഞ്ഞത് ജനങ്ങൾ തനിക്ക് നൽകിയ അംഗീകാരമാണെന്ന് CN ജയദേവൻ പറഞ്ഞു. തുടർന്ന് ശക്തന്റെ തട്ടകത്തെ ചുവപ്പണിയിച്ച് ഇൻക്വിലാബ് സിന്ദാബ് വിളികളുമായി കോർപ്പറേഷൻ പരിസരത്ത് നിന്ന് വാദ്യമേളങ്ങളുടെയും നിരവധി പ്രവർത്തകരുടെയും അകമ്പടിയോടെ ആഹ്ലാദ പ്രകടനം നടന്നു. തുറന്ന ജീപ്പിൽ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്ത് പുതിയ ചരിത്രത്തിന് ജയദേവൻ തിരിതെളിയിച്ചു. ഇനി ലോക്സഭയിൽ തൃശൂരിന്റെ നായകനായി ജയദേവൻ തിളങ്ങും. മണലൂരിലെ ചിരിയംകണ്ടത്ത് വീട്ടിൽ ആഹ്ലാദം അലകളായി വീശിയപ്പോൾ മണലൂർ ഗ്രാമവാസികൾ ഒരു MP-യെ ലഭിച്ച സന്തോഷത്തിലാണ്. വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുൻപേ CN ജയദേവന്റെ വീട്ടിലേക്ക് പാർട്ടി പ്രവർത്തകർ എത്തിയപ്പോൾ അദ്ദേഹം തൃശൂരിലേക്ക് പോയി. തെരഞ്ഞെടുപ്പിന്റെ വിവരങ്ങൾ പാർട്ടി ഓഫീസിലെ TV-യിൽ നിന്നാണ് പ്രവർത്തകർ അറിഞ്ഞത്. മണലൂരിലെ ചിരിയംകണ്ടത്ത് വീട്ടിൽ ഭാര്യ രമാദേവി, മക്കളായ ദീപു, ദിനൂപ്, മരുമക്കളായ ദീപ്തി, ശ്രീലക്ഷ്മി, പേരക്കുട്ടികൾ, ബന്ധുക്കൾ എന്നിവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. CN ജയദേവന്റെ മുന്നേറ്റം TCB-യിലൂടെയാണ് കുടുംബാംഗങ്ങൾ വീക്ഷിച്ചത്. CN-ന്റെ ലീഡ് 10,000 കവിഞ്ഞപ്പോൾ ചിരിയംകണ്ടത്ത് വീട്ടിൽ ആഹ്ലാദം അലയടിച്ചു. ലീഡ് 25,000 കടന്നപ്പോൾ പാർട്ടി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനമായി CN-ന്റെ വീട്ടിലെത്തി. വിജയത്തിൽ കുടുംബാംഗങ്ങളും ചേർന്നതോടെ പടക്കം പൊട്ടിച്ചും വിജയക്കൊടി പാറിച്ചും പ്രവർത്തകർ ആഹ്ലാദം പങ്കിട്ടു.
തൃശൂരിൽ കോൺഗ്രസ് സിറ്റിംഗ് എംപിമാരുടെ പരാജയം കനത്ത തിരിച്ചടിയായി. അണികൾക്ക് ഞെട്ടൽ മാറിയിട്ടില്ല. വൻ പൊട്ടിത്തെറിക്ക് കാതോർത്തിരിക്കുകയാണ് DCC നേതൃത്വം. ജനവികാരം മാനിക്കാതെ PC ചാക്കോയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ് ഹൈക്കമാൻഡ് തൃശൂർ ചാലക്കുടി സീറ്റുകൾ വെച്ചുമാറിയതോടെയാണ് ജില്ലയിൽ കോൺഗ്രസിന് കനത്ത പരാജയം നേരിടേണ്ടി വന്നത്. തൃശൂർ ജില്ലയിലെ 2 സിറ്റിംഗ് സീറ്റുകളുടെ നഷ്ടം സംസ്ഥാന തലത്തിലും കോൺഗ്രസിന് തിരിച്ചടിയായി. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഒളിച്ചോട്ടം തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രചാരണ ആയുധമാക്കിയതോടെ LDFന് തൃശൂരിലും ചാലക്കുടിയിലും നിഷ്പ്രയാസം വിജയിച്ച് കയറാനായി. സിറ്റിംഗ് എംപിമാർ കനത്ത പരാജയം ഏറ്റുവാങ്ങിയതോടെ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് KP വിശ്വനാഥന്റെ ആരോപണങ്ങൾ KPCC നേതൃത്വത്തിന് സത്യത്തിൽ അംഗീകരിക്കേണ്ട സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. KP വിശ്വനാഥിനെ പിന്തുണച്ച് തന്റെ പരാജയം സംബന്ധിച്ച് KP ധനപാലൻ മൗനം വെടിഞ്ഞ് തുറന്നു പറഞ്ഞാൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൽ വൻ പൊട്ടിത്തെറിക്കാണ് കളമൊരുങ്ങുക. UDFന് സ്വാധീനമുള്ള തൃശൂരും ചാലക്കുടിയും കോൺഗ്രസിന് നഷ്ടമായത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും കടുത്ത അമർഷങ്ങൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട്. ഇടവേള. വാർത്തയിലേക്ക്. ജീവിതത്തിൽ മഹാവ്യാധിയോട് പടപുരുതി വിജയിച്ച ഇന്നസെന്റ് തെരഞ്ഞെടുപ്പിന്റെ മഹാപോരാട്ടത്തിലും കരുത്ത് തെളിയിച്ചു. ജനകീയ ചലച്ചിത്ര പ്രവർത്തകൻ എന്ന ഇമേജിനൊപ്പം ചിരിയിൽ ചാലിച്ച ചിന്തകളുമായാണ് ഇന്നസെന്റ് എന്ന ഇരിങ്ങാലക്കുടക്കാരൻ വിജയത്തിന്റെ കുട ചൂടിയത്. ഇന്നസെന്റ് എന്ന നായകൻ കഥ തുടരുകയാണ്. വെള്ളിത്തിരയിൽ തിളങ്ങിയ ഇന്നസെന്റ് ഇന്ദ്രപ്രസ്ഥത്തിൽ ജനകീയ നായകന്റെ റോളിലാണ് ജനസേവനം തുടരുക. യാദൃശ്ചികമായി തന്നെ തേടിയെത്തിയ സ്ഥാനാർത്ഥിത്വം ഏറെ വെല്ലുവിളികളോടെയാണ് മലയാള സിനിമയുടെ രസികരാജനായ ഇന്നസെന്റ് ഏറ്റെടുത്തത്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഇന്നസെന്റ് കോൺഗ്രസിന്റെ ദേശീയ വക്താവായ PC ചാക്കോയെയാണ് പരാജയപ്പെടുത്തിയത്. അമ്മ സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ഇന്നസെന്റിന്റെ സ്ഥാനാർത്ഥിത്വം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെതിരെ സിനിമാക്കാർക്കിടയിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നെങ്കിലും മികച്ച വിജയത്തോടെ ഈ വിമർശനങ്ങൾക്ക് ഇന്നസെന്റ് മറുപടി നൽകുകയാണ്. തന്നെ കീഴടക്കിയ ക്യാൻസർ രോഗത്തെ സധൈര്യം നേരിട്ട് വാർത്തകളിൽ ഇടം നേടിയ ഇന്നസെന്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കന്നി വിജയം നേടി ഒരിക്കൽ കൂടി വാർത്തകളിൽ ഇടം തേടുന്നു. ചിരിയിലൂടെ ചിന്തിപ്പിച്ച് കോൺഗ്രസ് വക്താവും JPC അധ്യക്ഷനുമായ PC ചാക്കോയെ പരാജയപ്പെടുത്തിയ ഇന്നസെന്റിന്റെ വിജയത്തിന് തിളക്കമേറെയാണ്. ഈ വിജയം ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി ഇന്നസെന്റ് പറഞ്ഞു. അവർക്കൊരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണല്ലോ എനിക്ക് വോട്ട് ചെയ്തത്. അത് തീർച്ചയായിട്ടും തിരിച്ചതുപോലെ കൊടുക്കാനുള്ള നല്ല ശ്രമം ഞാൻ നടത്തും. അതല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞാൽ ഇവര് തന്നെ പറയും, ഇയാളെ എന്തൊക്കെ പറഞ്ഞ ആളെ ഭയങ്കര കള്ളനാട്ടോ. ഇന്നസെന്റിന്റെ വിജയത്തോടെ മലയാളികളുടെ മനം മാറ്റവും ഇവിടെ തിരിച്ചറിയുകയാണ്. സിനിമാക്കാരെ സിനിമയിൽ മാത്രം കണ്ടാൽ മതിയെന്ന പഴഞ്ചൊല്ലാണ് ഇന്നസെന്റ് തന്റെ വിജയത്തിലൂടെ തിരുത്തിക്കുറിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് TCV. വോട്ടെണ്ണൽ ആരംഭിച്ചത് മുതൽ വിജയപ്രതീക്ഷയിലായിരുന്നു ഇന്നസെന്റും കുടുംബവും. ഇന്നസെന്റിന്റെ വീട്ടിലെത്തിയ സുഹൃത്തുക്കൾക്കും മറ്റും വോട്ടെണ്ണലിനെ കുറിച്ചറിയാൻ ഹാളിൽ പ്രത്യേക സൗകര്യം ഒരുക്കിയിരുന്നു. ചാലക്കുടി മണ്ഡലത്തിലെ വോട്ടെണ്ണൽ UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായാണ് ആരംഭിച്ചതെങ്കിലും പിന്നീട് വിജയം വരെ ഇന്നസെന്റിനോടൊപ്പമായിരുന്നു ലീഡ്. 11 മണിയോടെ വിജയസാധ്യത കൂടി വന്നു. 11:30ഓടെ ലീഡ് നില 10,000 കടക്കുകയും ചെയ്തു. പിന്നീട് ഒരു തവണ മാത്രമാണ് ലീഡ് നില 10,000-ൽ കുറഞ്ഞത്. ഇരിങ്ങാലക്കുടയിലെ തന്നെ പല പ്രമുഖരായ സുഹൃത്തുക്കളും ഇന്നസെന്റിന്റെ വീട്ടിലെത്തിയിരുന്നു. പാർട്ടി നേതാക്കളിൽ നിന്ന് വിജയം അറിഞ്ഞതോടെ ഇന്നസെന്റ് മാധ്യമപ്രവർത്തകരെ കണ്ടു. LDFനോടൊപ്പം നിന്നതുകൊണ്ടാണ് വിജയമുണ്ടായതെന്നും 28 വർഷമായി നിലകൊള്ളുന്ന തന്റെ സിനിമാ ലോകത്തെ ജീവിതവും വിജയത്തിന് കാരണമായെന്നും ഇന്നസെന്റ് പറഞ്ഞു. ഒഴിവുള്ള സമയങ്ങളിൽ സിനിമാ ജീവിതം തുടരുമെന്നും ജനങ്ങൾക്ക് കൊടുത്ത വാക്കുകൾ പ്രാവർത്തികമാക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും ഇന്നസെന്റ് കൂട്ടിച്ചേർത്തു. സുഹൃത്തുക്കൾ ചേർന്ന ഇന്നസെന്റിനെ വിജയ കിരീടം അണിയിച്ചു. മണ്ഡലമായ ചാലക്കുടിയിലേക്ക് ആഹ്ലാദ പ്രകടനത്തിന് പോകുന്നതിന് മുൻപായി പിതാവിന്റെ ബലികുടീരത്തിലെത്തി ഇന്നസെന്റ് പ്രാർത്ഥന നടത്തി. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ വൻ വിജയം കരസ്ഥമാക്കിയതിന്റെ ആഹ്ലാദം പ്രകടിപ്പിച്ച BJP പ്രവർത്തകർ തൃശൂരിൽ പ്രകടനം നടത്തി. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സ്വരാജ് റൌണ്ട് ചുറ്റി BJP ഓഫീസിൽ സമാപിച്ചു. ചെണ്ടവാദ്യത്തിന്റെയും ആർപ്പുവിളികളുടെയും നൃത്ത ചുവടുകളുമായി അകമ്പടിയോടെയാണ് BJP പ്രവർത്തകർ പ്രകടനം നടത്തിയത്. മധുര പലഹാര വിതരണവും ഉണ്ടായിരുന്നു. BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ്, വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, മണ്ഡലം പ്രസിഡന്റ് ഷാജൻ ദേവസ്വം പറമ്പിൽ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥി CN ജയദേവന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച LDF പ്രവർത്തകർ തൃശൂർ നഗരത്തിൽ പ്രകടനം നടത്തി. കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. തുറന്ന ജീപ്പിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത CN ജയദേവനും ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു. ചെണ്ടവാദ്യത്തിന്റെയും ആർത്തുവിളികളുടെയും അകമ്പടിയോടെ നിരവധി പ്രവർത്തകരാണ് ചെങ്കൊടിയുമേന്തി പ്രകടനത്തിൽ പങ്കെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ BJPക്ക് വ്യക്തമായ മുന്നേറ്റം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച മുന്നേറ്റമാണ് BJP ജില്ലയിൽ പ്രകടമാക്കിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 65,548 വോട്ട് നേടിയ BJPക്ക് ഇത്തവണ 1,02,681 വോട്ട് ലഭിച്ചു. BJP സ്ഥാനാർത്ഥി KP ശ്രീശൻ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ 92,848 വോട്ടും, ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി ഷാജിമോൻ വട്ടേക്കാട് 87,803 വോട്ടും നേടി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച ആം ആദ്മി സ്ഥാനാർത്ഥി സാറ ജോസഫ് 44,638 വോട്ട് നേടിയും, ചാലക്കുടിയിൽ ആം ആദ്മി സ്ഥാനാർത്ഥി KM നൂറുദ്ദീൻ 35,189 വോട്ട് നേടിയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. തെരഞ്ഞെടുപ്പിലെ പ്രധാന താരമായ നോട്ടയ്ക്കും മിന്നുന്ന വോട്ടുകൾ ലഭിച്ചു. ആലത്തൂരിൽ 21,417ഉം, ചാലക്കുടിയിൽ 10,552ഉം, തൃശൂരിൽ 10,050 വോട്ടും നോട്ടയ്ക്ക് ലഭിച്ചു. ന്യൂസ് ഡെസ്ക് TCV. തിരുവനന്തപുരത്ത് UDFനെ അടിമുടി വിറപ്പിച്ചാണ് BJP പ്രകടനം കാഴ്ചവെച്ചത്. കേരളത്തിൽ താമര വിരിയുന്ന കാലം വിദൂരമല്ലെന്ന് തിരുവനന്തപുരം സൂചിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് 70% വോട്ടെണ്ണുമ്പോഴും BJP സ്ഥാനാർത്ഥി O രാജഗോപാൽ തന്നെയായിരുന്നു മുന്നിൽ. ഒരു ഘട്ടത്തിൽ രാജഗോപാലിന്റെ ലീഡ് 13,000-ന് മുകളിലെത്തി. 70% വോട്ടുകൾക്ക് ശേഷം മണ്ഡലം തരൂരിന് ലീഡ് നൽകി തുടങ്ങി. രാജ്യമാകെ അലയടിച്ച BJP തരംഗവും മോദി തരംഗവും തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രകടമായിരുന്നു. O രാജഗോപാലിന്റെ വ്യക്തിപ്രഭാവവും BJPയെ രണ്ടാം സ്ഥാനത്തെത്താൻ സഹായിച്ചു. 20 സ്ഥാനാർത്ഥികളുണ്ടായിരുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ 99,998 വോട്ടുകൾക്കായിരുന്നു തിരുവനന്തപുരത്ത് വിജയിച്ചത്. അന്ന് BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 84,094 വോട്ടാണ്. 2 ലക്ഷത്തിനടുത്ത് വോട്ടിന്റെ വർധനവാണ് തിരുവനന്തപുരത്ത് BJPക്ക് ഉണ്ടായിരിക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP കേരളത്തിൽ താമര വിരിയിക്കും എന്നതാണ് തിരുവനന്തപുരം നൽകുന്ന സൂചന. പൊളിറ്റിക്കൽ ഡെസ്ക് TCV. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ കൊടുങ്ങല്ലൂരും കയ്പമംഗലവും ഇന്നസെന്റിന് ഭൂരിപക്ഷം നൽകിയപ്പോൾ ചാലക്കുടി മണ്ഡലം ചാക്കോയ്ക്ക് ലീഡ് നൽകി. കൊടുങ്ങല്ലൂരിൽ PC ചാക്കോയ്ക്ക് ലഭിച്ചത് 47,850 വോട്ട്, ഇന്നസെന്റിന് 51,823 വോട്ടും, BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന് 18,101 വോട്ടും ലഭിച്ചു. കയ്പമംഗലത്ത് ഇന്നസെന്റിന് 49,833 വോട്ടും, ചാക്കോയ്ക്ക് 36,575 വോട്ടും, ഗോപാലകൃഷ്ണന് 16,434 വോട്ട് ലഭിച്ചു. ചാലക്കുടി മണ്ഡലത്തിൽ PC ചാക്കോയ്ക്ക് 55,279 വോട്ട് ലഭിച്ചപ്പോൾ ഇന്നസെന്റിന് 54,662 വോട്ട് ലഭിച്ചു. BJP സ്ഥാനാർത്ഥിക്ക് 13,285 വോട്ടും ലഭിച്ചു. ഇടവേള. വാർത്തയിലേക്ക് വീണ്ടും. തൃശൂർ മണ്ഡലത്തിൽ BJPക്ക് 48,000 വോട്ടിന്റെ വർധന. 2009-ൽ 54,680 വോട്ട് ലഭിച്ചിടത്ത് ഇത്തവണ 1,02,681 വോട്ടിന്റെ വർധനവുണ്ട്. കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളിൽ ഇരട്ടിയിലധികം വോട്ടിന്റെ വർധനവുണ്ട്. ചേലക്കരയിലും കുന്നംകുളം, വടക്കാഞ്ചേരി മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിച്ചു. മോഡി തരംഗവും BJP ജില്ലയിൽ നടത്തിയ ജനകീയ സമരങ്ങളുടെ വിജയവുമാണ് വോട്ട് വർധനയ്ക്ക് കാരണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ് പറഞ്ഞു. പാർട്ടി കേരളത്തിൽ സംബന്ധിച്ച് ഒരു മൂന്നാം ശക്തിയുടെ ഇടതുപക്ഷത്തിനും ഐക്യജനാധിപത്യ മുന്നണിക്കും ബദലായിക്കൊണ്ട് ഒരു മൂന്നാം ശക്തിയുടെ ജന്മമാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ ഈ ഫലപ്രഖ്യാപനത്തോടുകൂടി പുറത്തു വന്നിരിക്കുന്നത്. തൃശൂർ ജില്ലയെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഇരട്ടി മത്സരം നൽകുന്നത് 3 ഇരട്ടി വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന സൂചന നൽകിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് തൃശൂർ പാർലമെന്റ് ജനങ്ങൾ വോട്ട് നൽകിയിട്ടുള്ളത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച RSP നേതാവ് NK പ്രേമചന്ദ്രന് അഭിവാദ്യം അർപ്പിച്ച് തൃശൂരിൽ പ്രവർത്തകർ പ്രകടനം നടത്തി. സ്വരാജ് റൌണ്ടിൽ നടത്തിയ പ്രകടനത്തിൽ RSPയുടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു.
ആലത്തൂർ മണ്ഡലത്തിൽപ്പെടുന്ന ചേലക്കരയിലും വടക്കാഞ്ചേരിയിലും കുന്നംകുളത്തും പി.കെ. ബിജുവിന് ലീഡ്. തൃശൂർ ജില്ലയിൽപ്പെടുന്ന 3 മണ്ഡലങ്ങളിലും ഇടതിനൊപ്പം നിൽക്കുകയായിരുന്നു പി.കെ. ബിജുവിന്. ചേലക്കരയിൽ 58,759 വോട്ട് ലഭിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി ഷീബയ്ക്ക് ലഭിച്ചത് 54,801 വോട്ട്. വടക്കാഞ്ചേരിയിൽ ബിജു 62,392 വോട്ടും ഷീബ 59,729 വോട്ടും നേടി. കുന്നംകുളത്ത് ബിജുവിന് 58,079 വോട്ട് ലഭിച്ചപ്പോൾ ഷീബയ്ക്ക് 54,262 വോട്ട് ലഭിച്ചു. 3 മണ്ഡലങ്ങളിലുമായി BJP സ്ഥാനാർത്ഥി ഷാജിമോൻ വട്ടേക്കാടിന് 42,205 വോട്ട് ലഭിച്ചു. ദേശീയ സംസ്ഥാന തലത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായ വീഴ്ചയാണ് പരാജയത്തിന് കാരണമെന്ന് കോൺഗ്രസ് നേതാവ് വയലാർ രവി പറഞ്ഞു. തൃശൂർ DCCയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രവി. മോഡി എഫക്റ്റ് ആണെന്ന് ആരും പറയുന്നില്ലല്ലോ. ഇത് മോഡി എഫക്റ്റ് അല്ല. ഇത് 2 ഘടകങ്ങളുണ്ടായിട്ടുണ്ട്. ഒന്ന് കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന തലങ്ങളുണ്ടായ ഒരു വീക്ക്നെസ്, ദൗർബല്യം. രണ്ടാമത്തത് BJPയുടെ പ്രചരണ ശക്തി. അവർക്ക് അതിൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൊങ്കുന്നം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ വസന്തോത്സവം തുടരുന്നു. സംഗീത സംവിധായകനും ഗായകനുമായ ശങ്കർ മഹാദേവന്റെ സംഗീത പരിപാടിയാണ് വെള്ളിയാഴ്ച അരങ്ങേറിയത്. 100 കണക്കിന് സംഗീത പ്രേമികളാണ് ശങ്കർ മഹാദേവ് ഒരുക്കിയ സംഗീത സായാഹ്നം ആസ്വദിക്കാനെത്തിയത്. കല്യാൺ ജ്വല്ലേഴ്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ TS കല്യാണരാമൻ ശങ്കർ മഹാദേവനെ പൊന്നാട അണിയിച്ചു. ചലച്ചിത്ര താരം മഞ്ജു വാര്യർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. തന്റെ സിനിമ റിലീസ് ചെയ്യാനിരിക്കെ ശ്രീരാമദേവന്റെ അനുഗ്രഹം തേടിയാണ് ക്ഷേത്രത്തിൽ എത്തിയതെന്ന് മഞ്ജു വാര്യർ പറഞ്ഞു. എന്റെ മനസ്സ് 1 വർഷം പിന്നിലേക്ക് ഓടിപ്പോവുകയാണ്. കഴിഞ്ഞ വർഷം മെയ് 12-ാം തീയതിയാണ് ഇതേ വേദിയിൽ കുച്ചിപ്പുടി അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായത്. 14-15 വർഷത്തിന് ശേഷം എൻ്റെ ഒരു സിനിമ നാളെ റിലീസാവുകയാണ്, ഹൗ ഓൾഡ് ആർ യു. അപ്പോൾ അതിനു മുമ്പായിട്ട് ശ്രീരാമസ്വാമിയെ കണ്ട് അനുഗ്രഹം മേടിക്കാനും കൂടിയാണ് ഞാൻ ഇവിടെ വന്നത്. ദക്ഷിണേന്ത്യയിലെ പ്രശസ്തരും പ്രഗത്ഭരുമായ കലാകാരന്മാർ പങ്കെടുക്കുന്ന വസന്തോത്സവം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്വർണ്ണ വസ്ത്ര വ്യാപാര രംഗത്തെ പ്രശസ്തരായ കല്യാൺ ജ്വല്ലേഴ്സും കല്യാൺ സിൽക്സുമാണ്. വസന്തോത്സവം ഈ മാസം 18-ന് സമാപിക്കും. വാണിജ്യം. വിദേശ ആഡംബര കാറുകളുടെ മികവാർന്ന സർവീസുകളുമായി മസ്താങ് മോട്ടോഴ്സ് കസ്റ്റമേഴ്സിനിടയിൽ ശ്രദ്ധയാകർഷിക്കുന്നു. ഫോറിൻ ലക്ഷറി കാറുകളുടെ മികച്ച സർവീസും റിപ്പയറിംഗും ഉപഭോക്താക്കൾക്കായി വിഭാവനം ചെയ്യുന്ന മർത്താക്കര മസ്താങ് മോട്ടോഴ്സിന്റെ പ്രവർത്തന മുന്നേറ്റം തുടരുകയാണ്. 16 വർഷത്തെ വിശ്വാസ പാരമ്പര്യം മുഖമുദ്രയാക്കിയാണ് മസ്താങ് മോട്ടോഴ്സ് ശ്രദ്ധേയമാകുന്നത്. ജർമ്മൻ പെയിന്റുകളും സ്പെയർ പാർട്സുകളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്താണ് മസ്താങ് വാഹനങ്ങൾ സർവീസ് ചെയ്തു നൽകുന്നത്. BMW, Audi, Benz തുടങ്ങിയ ലക്ഷറി കാറുകൾ വിദേശത്ത് പ്രാഗൽഭ്യം നേടിയ ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ മസ്താങ്ങിൽ കൂടുതൽ മികവുറ്റതായി മാറുന്നു. ഇമ്പോർട്ടഡ് പെയിന്റ് നിർമ്മാതാക്കളായ ഗ്ലാസ് യൂണിറ്റ് മസ്താങ് മോട്ടോഴ്സുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി മെയ് ജൂൺ മാസങ്ങളിൽ മസ്താങ് സർവീസ് സെന്ററുകളിൽ പെയിന്റിംഗ് നടത്തുന്ന കാറുകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ട് നൽകുമെന്ന് മസ്താങ് മോട്ടോഴ്സ് ഡയറക്ടർ ഡേവിസ് പോൾ അറിയിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഷീരിയൻ കണ്ടത് ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 2770, വെള്ളി 10 ഗ്രാമിന് 470, തങ്കം ഗ്രാമിന് 2975 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ചരിത്ര വിജയം. മോഡി തരംഗത്തിൽ UPAക്ക് കനത്ത പരാജയം. നരേന്ദ്രമോദിയുടെ പട്ടാഭിഷേകത്തിന് നാടൊരുങ്ങി. സംസ്ഥാനത്ത് UDFന് മുൻതൂക്കം. UDF 12 സീറ്റും LDF 8 സീറ്റും നേടി. കണ്ണൂരിൽ സുധാകരനും തൃശൂരിൽ ധനപാലനും ചാലക്കുടിയിൽ PC ചാക്കോയ്ക്കും കൊല്ലത്ത് MA ബേബിക്കും പരാജയം. കേരളത്തിൽ ഒട്ടുമിക്ക സിറ്റിംഗ് MPമാരും സീറ്റ് നിലനിർത്തി. കേരളത്തിൽ അക്കൌണ്ട് തുറക്കാനായില്ലെങ്കിലും BJP അണികൾ ആവേശത്തിൽ. തൃശൂർ ജില്ലയിൽ LDFന് വൻ വിജയം. തൃശൂരിൽ ജയദേവനും ചാലക്കുടിയിൽ ഇന്നസെന്റും ആലത്തൂരിൽ PK ബിജുവും മിന്നുന്ന വിജയം നേടി. ഇത്തവണ വിജയം പ്രതീക്ഷിച്ചിരുന്നതായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥി CN ജയദേവൻ. ജയദേവനെ പിന്തുണച്ച് 7-ൽ 6 മണ്ഡലങ്ങളും.